Next, chain rule. Theorem 2, chain rule. If fu is a differentiable at a point u equal to gx. അപ്പം നമ്മളിവിടെ പറയുന്നത് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഫ് ഡോട്ട് ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ എഫിൻ്റെ ഡെറിവേറ്റീവ് കാണുക, അത് കഴിഞ്ഞ് ജിയുടെ ഡെറിവേറ്റീവ് കാണുക. ഇതാണ് എഫ് ഡോട്ട് ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എഫ് ഡോട്ട് ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഡെറിവേറ്റീവ് കാണുക, അത് കഴിഞ്ഞിട്ട് ജിയുടെ ഡെറിവേറ്റീവ് കാണുക. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇതാണ് ഫോർമുല. വളരെ സിമ്പിളാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോബ്ലം ചെയ്യാം. ഇതണ്ട y ഈക്വൽ ടു 3x² പ്ലസ് 1². അപ്പം ഈ 3x²നെ u ഈക്വൽ ടു ഇതിനെ u ആയിട്ട് എടുക്കുക. u ഈക്വൽ ടു 3x² പ്ലസ് 1നെ. അപ്പം ഡി വൈ ബൈ ഡി യു. അപ്പം യു ആണ്, യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. യു ഇവിടെ y എന്താവും? y ഈക്വൽ ടു u² എന്നാവും. അപ്പം ഡി വൈ ബൈ ഡി യു എന്തായിരിക്കും? ഡി വൈ ബൈ ഡി യു എന്ന് പറയുന്നത് 2u ആണ്. 2u. ഡി വൈ ബൈ ഡി യു 2ui. ദെൻ ഡി യു ബൈ ഡി എക്സ്. ഇതാണ് യു. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 6x കിട്ടും. ഇനി 2 യുവിൻ്റെ സ്ഥാനത്ത് 3x² പ്ലസ് 1 എഴുതുക. അപ്പോൾ എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ഒന്നും കൂടെ പറയാം, പ്രോബ്ലം ചെയ്യാൻ വളരെ സിമ്പിളാണ്. പ്രോബ്ലം ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഈ u² ആയിട്ട് എടുക്കുക. അപ്പം ഇതിനെ 2 എന്ന് പറഞ്ഞാൽ 2 വരും. എന്നിട്ട് ഇത് അതുപോലെ എഴുതുക. അപ്പം 2 ഇൻറ്റു 3x² പ്ലസ് 1. അത് കഴിഞ്ഞിട്ട് 3x² പ്ലസ് 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം 6x. അതാണ്. അപ്പം ഇതിനെ u², ഇതാ u² ആയിട്ട് എടുക്കുക. ദെൻ യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യം u²നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യം u², ഇത് u² എന്ന് വരും. u²നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൽ 2u കിട്ടും. അത് കഴിഞ്ഞ് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. യു എന്ന് പറയുന്നത് 3x² പ്ലസ് 1 ആണ്. അപ്പോൾ 6x കിട്ടും. അപ്പോൾ ഇത് കിട്ടും. ഇനി നമുക്ക് ഡയറക്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ? ഇതിൻ്റെ സ്ക്വയർ കാണുക. സ്ക്വയർ കാണുക. a പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് കിട്ടും. ഇനി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴും ഇത് തന്നെ കിട്ടും. ഓക്കെ. ദെൻ an object moves along x-axis so that its position at any time t greater than or equal to 0 is given by xt equal to cos t² plus 1. cos t² plus 1 എന്നാണ്. Find the velocity of the object as a function of t. അപ്പോൾ നമ്മൾ xt equal to cos t² plus 1. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ കോസിനെ dx/dt കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സൈൻ യു മൈനസ് സൈൻ യു. ഇനി യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. യു എന്നുള്ള t² പ്ലസ് 1 ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2t. അപ്പോൾ എന്താണ്? മൈനസ് സൈൻ യു dx/du. എക്സ് ഈക്വൽ ടു കോസ് യു ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ മൈനസ് സൈൻ യു ടി ഇൻറ്റു ഡി യു ബൈ ഡി ടി 2t. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഒന്നും കൂടെ പറയാം. നമ്മൾ എക്സ് ടി ഈക്വൽ ടു കോസ് t² പ്ലസ് 1 അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് എക്സ് ഈക്വൽ ടു കോസ് യു എന്ന് എഴുതുക. അപ്പോൾ കോസ് യുവിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക. അത് മൈനസ് സൈൻ യു ആണ്. കോസ് യുവിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ യു. അത് കഴിഞ്ഞ് യുവിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക. യു ഈക്വൽ ടു t² പ്ലസ് 1 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക. അത് 2t. കോസ് യുവിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, t² ഡെറിവേറ്റീവ് 2t. ഇത് രണ്ടും കൂടെ മൈനസ് സൈൻ യു ഇൻറ്റു 2t.
എന്നിട്ട് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ദിസ് ഡിഫറൻഷിയേറ്റ് എക്സ് സ്ക്വയർ പ്ലസ് ഇ പവർ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആദ്യം സൈനെ ഡിഫറൻഷിയേറ്റ്, സൈൻ എക്സ് സ്ക്വയർ പ്ലസ് ഇ പവർ എക്സ്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. അതിവിടെ കിട്ടി, കോസ് എക്സ് സ്ക്വയർ പ്ലസ് ഇ എക്സ്. അത് കഴിഞ്ഞ് എക്സ് സ്ക്വയർ പ്ലസ് ഇ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, i2x പ്ലസ് ഇ എക്സ്. അതാണ് അതിൻ്റെ ചെയിൻ റൂൾ അനുസരിച്ച്. ദെൻ ഡിഫറൻഷിയേറ്റ് ഇ പവർ കോസ് എക്സ്. അപ്പം ഇവിടെ നമ്മൾ യു ആയിട്ട് എടുക്കുന്നത് കോസ് എക്സ് ആണ്. അപ്പം ഇ പവർ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇ പവർ കോസ് എക്സ് തന്നെ കിട്ടും. ഇ പവർ കോസ് എക്സിനെ, ഇ പവർ യു ആണ്, ഇ പവർ യുവിൻ്റെ ഡെറിവേറ്റീവ് ഇ പവർ യു തന്നെ. അപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് ആണ്, അപ്പോൾ ഇ പവർ കോസ് എക്സ്. അത് കഴിഞ്ഞ് കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അപ്പോൾ മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്, മൈനസ് ഇ പവർ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടും. ദെൻ ഇതാ ജി ടിക്ക് ടാൻ 5 മൈനസ് സൈൻ ടി, ടാൻ 5 മൈനസ് സൈൻ ടി. അപ്പോൾ ആദ്യം നമ്മൾ ടാൻ 5 മൈനസ് സൈൻ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടാൻ 5 മൈനസ്, ടാൻ്റെ എന്താ? സീക്കൻ സ്ക്വയർ 5 മൈനസ് സൈൻ ടി. ടാൻ്റെ സീക്കൻ സ്ക്വയർ 5 മൈനസ് സൈൻ ടി ആണ്. അത് കഴിഞ്ഞ് 5 മൈനസ് സൈൻ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 5 മൈനസ് ടീനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഫൈവ് മൈനസ് സൈൻ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം 5 മൈനസ് സൈൻ 5ൻ്റെ 0 മൈനസ് സൈൻ 2t മൈനസ് സൈൻ 2t എന്താ? മൈനസ് കോസ് 2t. ഇതും ചെയിൻ റൂൾ ഉപയോഗിക്കണം. കോസ് 2t ഇൻറ്റു പിന്നെ 2tയുടെ ഡെറിവേറ്റീവ് വേണം, 2tയുടെ ഡെറിവേറ്റീവ്, അത് 2. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഒന്നും കൂടെ നമുക്ക് നോക്കാം ചെയിൻ റൂള് ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടാൻ്റെ എന്തായിരിക്കും? സീക്കൻ സ്ക്വയർ 5 മൈനസ് സൈൻ 2t. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യം ടാനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ സീക്കൻ സ്ക്വയർ കിട്ടി. അത് കഴിഞ്ഞ് 5 മൈനസ് സൈൻ 2tനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതി, 5 മൈനസ് സൈൻ 2tനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, 5ൻ്റെ 0 സൈൻ 2tനെയും ചെയിൻ റൂൾ ഉപയോഗിക്കണം. സൈൻ 2tയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് 2t ഇൻറ്റു 2tയുടെ ഡെറിവേറ്റീവ്, അത് 2. അപ്പം ഇങ്ങനെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പവർ ചെയിൻ റൂൾ. ഡി ബൈ ഡി എക്സ് ഓഫ് യു പവർ എൻ ഈക്വൽ ടു എൻ യു പവർ എൻ മൈനസ് 1 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ 5x³ മൈനസ് എക്സ് റേസ് ടു 4 ഇൻറ്റു 7നെ ഈ 5x³ മൈനസ് എക്സ് റേസ് ടു 4നെ യു എന്ന് എടുക്കുക. അപ്പോൾ യു പവർ 7ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 7u. അപ്പോൾ ഇത് 7u എന്നായി. യു ഇത് തന്നെയാണ്, 7u. ഇനി യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇതാണ് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 5x³ 15x² മൈനസ് എക്സ് റേസ് ടു 4ൻ്റെ 4x³. അതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഈ 7 u റേസ് ടു 7 എഴുതുക. അപ്പോൾ 7u റേസ് ടു 6 എന്ന് കിട്ടും, 7u റേസ് ടു 6. ഇനി യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ കിട്ടും. ഇനി അടുത്ത പ്രോബ്ലം ഇതാണ്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ യു ആയിട്ട് എടുക്കുക. അപ്പം ഇതിനെ യു ആയിട്ട് എടുക്കുക. യു റേസ് ടു മൈനസ് 1 ആണ്. യു റേസ് ടു മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്നാ? മൈനസ് 1 യു റേസ് ടു മൈനസ് 2, മൈനസ് 1 യു റേസ് ടു മൈനസ് 2. ഇനി യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 3x മൈനസ് 2നെ. അപ്പം 3 കിട്ടും. അപ്പം ഇങ്ങനെ കിട്ടും. അതാണ്. ദെൻ സൈൻ റേസ് ടു 5x ഇവിടെ യു ആയിട്ടാണ്. സൈന് യു റേസ് ടു 5x ആണ്.
അപ്പോൾ ഇവിടെ യു റേസ് ടു 5x എന്നാണ് എടുക്കേണ്ടത്. യു റേസ് ടു 5x യു ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ യു റേസ് ടു 5xൻ്റെ എന്താ 5 യു റേസ് ടു 4 5 യു റേസ് ടു 4. പിന്നെ യു എന്ന് പറഞ്ഞാൽ സൈൻ ആണ്, സൈൻ്റെ ഡെറിവേറ്റീവ് 5 യു റേസ് ടു 4. യു റേസ് ടു 4 യു എന്ന് പറഞ്ഞാൽ എന്താ സൈൻ എക്സ് ആണ്. യു എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. യു റേസ് ടു 5 യു എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പോൾ യു റേസ് ടു 4 5 യു റേസ് ടു 4x ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതാ നിങ്ങളിവിടെ നോക്കണം ഇത് ചെയ്തിട്ടിരിക്കുന്നത്. ദെൻ അടുത്ത പ്രോബ്ലം ഇതാണ്. ഇ റേസ് ടു യു എന്നാണ്. യു എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് 3x+1 ആണ്. ഇ റേസ് ടു യു എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് 3x+1 ആണ്. അപ്പോൾ ഇ റേസ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് എന്താ ഡി ബൈ ഡി യു ഓഫ് ഇ റേസ് ടു യുവിൻ്റെ ഇ റേസ് ടു യു തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു യു തന്നെ. അത് കഴിഞ്ഞ് യുവിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഉണ്ടോ റൂട്ട് 3x+1ൻ്റെ ഡെറിവേറ്റീവ്. അത് നമ്മൾ പിന്നെയും ചെയിൻ റൂൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇ റേസ് ടു യു ഇതിൻ്റെ ഡെറിവേറ്റീവ് റൂട്ട് എക്സിൻ്റെ എന്താ 1/2 റൂട്ട് എക്സ് കണ്ടോ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് 1/2 ഇൻറ്റു റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സ് എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പോൾ 3x+1 ഇൻറ്റു 3x+1ൻ്റെ ഡെറിവേറ്റീവ് ആണ് ചെയിൻ റൂൾ ഉപയോഗിച്ച്. അപ്പോൾ 3 കിട്ടും. അപ്പോൾ ആണ് ഈ ആൻസർ കിട്ടുന്നത്. ഒന്നും കൂടെ പറയാം, മാറിപ്പോകരുതേ. ആദ്യം നമ്മൾ ഇ പവർ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഇ പവർ യു തന്നെ കിട്ടി. അത് കഴിഞ്ഞ് യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ റൂട്ട് 3x+1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ 3x+1നെ ഇനിയും ചെയിൻ റൂൾ ഉപയോഗിക്കണം. അപ്പം 1/2 റൂട്ട് 3x+1. ഇനി 3x+1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റു 3 എന്ന് കിട്ടും. ഇതാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് മുകളിലേക്ക് പോകുമ്പോൾ -½ ആവും ഇൻറ്റു 3. അതാണിത്. മാറിപ്പോരുത്. ഇതാ ഒന്നും കൂടെ ഇതിനെ ഇ പവർ യു ഡെറിവേറ്റീവ് ഇ പവർ യു തന്നെ. പിന്നെ യുവിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ റൂട്ട് 3x+1ൻ്റെ ഡെറിവേറ്റീവാണ്. റൂട്ട് 3x+1ൻ്റെ റൂട്ട് എക്സ് റൂട്ട് വി എന്നെടുക്കുക. റൂട്ട് വിയുടെ ഡെറിവേറ്റീവ് എന്താ 1/2 റൂട്ട് വി ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് വി എന്ന് പറയുന്നത് എന്താ 3x+1. 3x+1ൻ്റെ ഡെറിവേറ്റീവ് എന്താ 3. അപ്പം 1/2 റൂട്ട് വി മുകളിലേക്ക് പോകുമ്പോൾ v⁻² ആയി ഇൻറ്റു 3. വി എന്ന് പറയുന്നത് എന്താ 3x+1. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ 8. ഷോ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് എവരി ലൈൻ ടാൻജന്റ് ടു ദ കർവ് y = 1 / 1 - 2x³ ഈസ് പോസിറ്റീവ്. അപ്പോൾ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പോസിറ്റീവാന്ന് എപ്പോഴും പോസിറ്റീവാന്ന് കാണണം. ഈസ് ഓൾവേസ് പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവാന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് y കർവ് തന്നിട്ടുണ്ട്. ഇതാണ് കർവ്. ഈ കർവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ കർവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ -3 ഇവിടെ വരും. ഇനി -3 -1 അപ്പോൾ -4 ആവും. പിന്നെ 1 - 2x ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ -2 കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതാണ് ഡെറിവേറ്റീവ്. ഈ ഡെറിവേറ്റീവ് എന്താ? ഈ ഡെറിവേറ്റീവ് എപ്പോഴും എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഇതാ ഈ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയിരിക്കും. 2x⁴ ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ പോസിറ്റീവാണ്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആയതുകൊണ്ട് ഈ dy/dx എപ്പോഴും പോസിറ്റീവാണ്. അതുകൊണ്ട് സ്ലോപ്പ് ഓഫ് എവരി ലൈൻ ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടിട്ട് പോസിറ്റീവാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. The next problem. In exercise 9-22, write the function in the form of y = fu and u = gx, then find dy/dx. ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. y = 2x + 1 raised to 5.
അപ്പോൾ ഈ 2x+5നെ നമ്മൾ ഇതിനുള്ളിലുള്ള 2x+5നെ u ആയിട്ട് എടുത്തു. അപ്പോൾ u⁵ എന്നായി. ഇനി u⁵ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 5u⁴. dy/dx = dy/du × du/dx. അപ്പം u⁵ ഇത് y = u⁵ എന്നെടുത്തു. u⁵ ഡെറിവേറ്റീവ് 5u⁴. ഇനി യുവിൻ്റെ ഡെറിവേറ്റീവ്, യു എന്ന് പറഞ്ഞാൽ എന്താ? 2x+1, അതിൻ്റെ ഡെറിവേറ്റീവ് 2. അപ്പം 5 × 2 10, യു എന്ന് പറഞ്ഞാൽ 2x+1⁴. വളരെ സിമ്പിളാണ്. അടുത്ത പ്രോബ്ലം എന്താ? ഇതാണ്. y = 4 - 3x⁻⁹. അപ്പം ബ്രാക്കറ്റിൽ 4 - 3xനെ u ആയിട്ട് എടുത്തു. അപ്പോൾ y = u⁹. u⁹ ഡെറിവേറ്റീവ് എന്താ? 9u⁸. പിന്നെ യുവിൻ്റെ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -3. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം 11. ഇതാണ്. അപ്പം u = 1 - x/7 എടുത്തു. അപ്പോൾ ഇതെന്തായി? u⁻⁻7. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -7 u⁻⁻8. ഇനി യുവിൻ്റെ ഡെറിവേറ്റീവ് 1 - x/7 ഡെറിവേറ്റീവ് -1/7. അപ്പം ഇത് ആൻസർ കിട്ടി. ഓക്കെ. അടുത്തത് ഇതാണ്. അപ്പോൾ ഇതിനെ u ആയിട്ട് എടുത്തു. 12 u = √x/2 - 1. അപ്പോൾ u⁻10 എന്നായി. y = u⁻10. u⁻10ൻ്റെ -10 u⁻11 ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് അതിത്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് ആൻസർ കിട്ടി. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം 13. ഇതാണ് 13th പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റിനുള്ളിലുള്ള u എന്നെടുത്തു. u = x²/8 + x - 1/x. അപ്പോൾ y എന്നുള്ളത് എന്തായി? u⁴. u⁴ ഡെറിവേറ്റീവ് എന്താ? 4u³ ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് x²/8ൻ്റെ x/4, എക്സിൻ്റെ 1 - 1/xൻ്റെ 1/x². അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഈ ആൻസർ കിട്ടി. ദെൻ പ്രോബ്ലം നമ്പർ 14. ഇതാണ് 14. അപ്പം ഇതിനെ u ആയിട്ട് എടുത്തു. 3x² - 4x + 6നെ u ആയിട്ട് എടുത്തു. അപ്പോൾ അതെന്താ? u⁻½ ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ½ u⁻1 - ½ അത് ½ u⁻2 - ½ 1/2 √x √u 1/2 √u √u മുകളിൽ പോകുമ്പോൾ u⁻² - ½ ആവും. ഇനി യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 6x - 4 കിട്ടി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇതായി. ഓക്കെ. ഇവിടെ നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.